ഓ കന്യകേ മാതാവേ പരിശുദ്ധേ മാധുര്യമുള്ളവളേ, ഓ കന്യകേ മാതാവേ പരിശുദ്ധേ മാധുര്യമുള്ളവളേ, നിന്റെ കൃപ എന്നെ സഹായിക്കും, ഇളം കാറ്റാൽ അത് വീശും. നിന്റെ കൃപ എന്നെ സഹായിക്കും, ഇളം കാറ്റായി അത് വീശും. ആത്മവിശ്വാസത്തോടണയാ ഇതിലധികമായി എന്തു വേണം? ആത്മവിശ്വാസത്തോടണയാ ഇതിലധികമായി എന്തു വേണം? പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. കർത്താവിൻ്റെ മാലാഖ പരിശുദ്ധ മറിയത്തോട് വചിച്ചു, പരിശുദ്ധാത്മാവിനാൽ മറിയം ഗർഭം ധരിച്ചു. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ വചനം പോലെ എന്നിലാകട്ടെ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ഈശോ മിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങളെ യോഗ്യരാകുവാൻ സർവേശ്വരൻ്റെ പരിശുദ്ധ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പ്രാർത്ഥിക്കാം. സർവേശ്വര, മാലാഖയുടെ സന്ദേശത്താൽ അങ്ങയുടെ പുത്രനായ ഈശോ മിശിഹായുടെ മനുഷ്യാവതാര വാർത്ത അറിഞ്ഞിരിക്കുന്ന ഞങ്ങൾ അവിടുത്തെ പീഡാനുഭവവും കുരിശുമരണവും മുഖേന ഉയർപ്പിൻ്റെ മഹിമ പ്രാപിക്കാൻ അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങളുടെ കർത്താവായ ഈശോ മിശിഹാ വഴി അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവാൽ ഗർഭസ്ഥനായി കന്യകാ മറിയത്തിൽ നിന്ന് പിറന്ന് പന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ചു അടക്കപ്പെട്ടു. പാതാളത്തിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്തു. സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടുന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്ക സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. വിമല ഹൃദയ പ്രതിഷ്ഠയുടെ 32-ാം നാൾ. നമ്മൾ നാളെ 33 ദിവസം തികഞ്ഞ് വിമല ഹൃദയ പ്രതിഷ്ഠ പൂർത്തിയാക്കിയിട്ട് 34-ാമത്തെ ദിവസം ഓഗസ്റ്റ് 15-ന് നമ്മൾ തിരുനാളായിട്ട് ആഘോഷിക്കുകയാണ്. അന്നും ശുശ്രൂഷ ഉണ്ടായിരിക്കും. 33 ദിവസത്തെ ഒരുക്കം നാളെ കൊണ്ട് പൂർത്തിയാവുകയാണ് എന്ന് ഓർക്കുക. നമ്മൾ ചിന്തിച്ചു വന്ന വിഷയങ്ങൾ ആദ്യമേ തൊട്ടുള്ളത് നിങ്ങളുടെ മനസ്സിലുണ്ടാകണം. പിന്നെ ഇത്
യൂട്യൂബിലൊക്കെ ഉള്ളത് കൊണ്ട് പിന്നീട് എപ്പോഴെങ്കിലൊക്കെ ഇടയ്ക്ക് എടുത്ത് കാണാമല്ലോ. ടി വിയിൽ അത്തരം സൗകര്യങ്ങളൊക്കെ നമുക്കുള്ളത് എന്തൊരു ആശ്വാസമാണ്. ദൈവത്തിന് ഇത്തരം ടെക്നോളജീസിനെ ഓർത്ത് നന്ദി പറയണം. കാരണം പണ്ട് നമ്മൾ ധ്യാന കേന്ദ്രങ്ങളിൽ പ്രഘോഷിച്ച വചനം അല്ലെങ്കിൽ ഇടവക ദേവാലയങ്ങളിൽ പ്രഘോഷിച്ച വചനം പിന്നീട് നമുക്കത് ടി വിയിലൂടെ ലഭ്യമായി. അപ്പം നമുക്ക് കുറച്ചുകൂടെ വീടുകളിലിരുന്ന് കേൾക്കാൻ പറ്റി. ഇപ്പം നമുക്കത് വീണ്ടും കേൾക്കാൻ പറ്റുന്ന സാഹചര്യമൊക്കെ ഉണ്ടാകുന്നു. അത് നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റുന്നു യൂട്യൂബിലൂടെയൊക്കെ. അതിന് ദൈവത്തിന് നന്ദി പറയുക, വീണ്ടും ഇടയ്ക്കെടുത്ത് കാണുക. എനിക്കറിയാം കുറേയധികം പേര് നോട്ട് എഴുതിയെടുക്കുന്നവരുണ്ട് എന്ന് അറിഞ്ഞു. കഴിഞ്ഞ ദിവസം എനിക്ക് വന്നൊരു കൗതുകമുള്ള ഫോൺ കോള്. അവരുടെ വീട്ടിൽ അവരുടെ 1.5-2 വയസ്സ് പ്രായമുള്ള കുട്ടി കൃത്യമായിട്ട് വിമല നക്ഷത്രത്തിൽ പങ്കെടുക്കുന്നു എന്നുള്ളതാണ്. അതെനിക്ക് കേട്ട് കൗതുകമായി. അതങ്ങനെ ഇപ്പോൾ പറയുകയായിരുന്നു. അതായത് അങ്ങനെ പ്രത്യേകിച്ച് അടങ്ങിയിരിക്കാത്ത അല്ലെങ്കിൽ ടി വിയുടെ മുമ്പിൽ അങ്ങനെ ഇരിക്കാത്ത, പ്രാർത്ഥനയ്ക്ക് വിളിച്ചാൽ അധികമൊന്നും വരാത്ത കൊച്ചു പ്രായമല്ലേ ആ കുട്ടി ടി വിയുടെ മുമ്പിൽ ഈ വിമല ഹൃദയ പ്രതിഷ്ഠ നടക്കുന്ന നേരത്തെ ഈ ശുശ്രൂഷ മുഴുവൻ കൃത്യമായിട്ട് ഇരുന്ന് കാണുന്നു. വേറെ ആരും അനങ്ങാൻ സമ്മതിക്കില്ല, വേറെ ആരും മിണ്ടാൻ സമ്മതിക്കില്ല, എല്ലാവരും കൂടണം. കൊച്ചിൻ്റെ ശാഠ്യമാണിത്. അപ്പം കൗതുകമായി. പക്ഷേ എൻ്റെ ആ കൗതുകം പിന്നീട് മാറി. പിന്നെ ഞാൻ ചിന്തിച്ചപ്പം ശരിയാണല്ലോ, അതിനകത്ത് അത്ഭുതപ്പെടാൻ എന്താ ഉള്ളത്? ശിശുക്കളുടെ അധരങ്ങളിൽ നിന്ന് പോലും ദൈവസ്തുതി ഉയർത്താൻ കെൽപ്പുള്ള കർത്താവിൻ്റെ കുഞ്ഞല്ലേ, അത് ചെയ്തില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. അതുകൊണ്ട് അത്തരം കുഞ്ഞുങ്ങളെ ഓർത്ത് ഈ ശുശ്രൂഷയിൽ അങ്ങനെ മാതാപിതാക്കളൊക്കെ കുഞ്ഞുങ്ങളെ കൊണ്ടിരുത്തി വചനം കേൾപ്പിക്കുന്നത്, ദിവ്യകാരുണ്യ ആരാധനയിൽ ആത്മന പങ്കെടുപ്പിക്കുന്നതൊക്കെ അനുഗ്രഹമാണ് എന്ന് ഞാൻ തിരിച്ചറിയുകയാണ്. അപ്പോൾ ഈ ശുശ്രൂഷയിലൂടെ നടക്കുന്ന ദൈവം കൊണ്ടുവരുന്ന എല്ലാ നന്മകളെയും ഓർത്ത് ദൈവത്തിന് നന്ദി പറഞ്ഞ് നമ്മൾ അടുത്ത പ്രാക്ടിക്കൽ തീരുമാനത്തിലേക്ക് നമ്മുടെ തീരുമാനങ്ങൾ ഓർക്കണം. ഒന്നും വിട്ടുപോകരുത്. എന്തൊക്കെയാണ് തീരുമാനം? ആദ്യത്തേത്, നമ്മുടെ തീരുമാനം വിമല ഹൃദയ പ്രതിഷ്ഠയുടെ ഈ 32-ാം നാൾ വരെ ഇതിൽ പങ്കെടുത്ത ദൈവജനം മുഴുവൻ ഇനി മുതൽ എല്ലാ ദിവസവും കുടുംബങ്ങളിൽ സന്ധ്യാപ്രാർത്ഥന നടത്തും. അത് നിങ്ങളെനിക്ക് വാക്ക് തന്നേ പറ്റൂ. നിങ്ങൾക്ക് വേണ്ടി കഴിഞ്ഞ 30-32 ദിവസമായിട്ട് വചനം പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അച്ഛന് നിങ്ങൾ തരേണ്ട വാക്കാണത്. ഇതിനകത്ത് വിട്ടുവീഴ്ചയില്ല. അടുത്തത്, രണ്ടാമത്തെ കാര്യം നമ്മൾ പറഞ്ഞത്, നോമ്പും ഉപവാസവും കൃത്യമായി എടുക്കും, കുടുംബങ്ങളിൽ ശീലിപ്പിക്കും. 3, ബൈബിൾ ഒരാവർത്തി വായിച്ചു തീർത്തിട്ടേ ഞങ്ങൾ മരിക്കൂ. 1 വർഷം കൊണ്ട് ഞങ്ങൾ വായിക്കാൻ പോവാണ്. 4, മാസത്തിലൊരിക്കൽ ഞങ്ങൾ കുമ്പസാരം നടത്തും. ക്രിസ്തീയ ജീവിത ശൈലി, അതിലേക്ക് നമ്മൾ ട്രാക്കിലേക്ക് വരികയാണ്. അടുത്തത്, ഇന്ന് ചിന്തിക്കുന്ന കാര്യം ഇതാണ്, ഏറ്റവും പ്രധാനപ്പെട്ടത്. വിശുദ്ധ കുർബാന. വിശുദ്ധ കുർബാനയിലേക്ക് സഭ മുഴുവനും തിരിച്ചു വരണം. വിശുദ്ധ കുർബാനയിലേക്ക്. കുർബാനയോളം മറ്റൊന്നില്ല. അത് തിരിച്ചറിയണം. അത് എനിക്കറിയാം, കുറച്ച് പേര് വിദേശത്തൊക്കെ ഉള്ളവർ, ചെറുപ്പക്കാരൊക്കെ ഇത് അറ്റൻഡ് ചെയ്തവർ, ഇതിനിടയ്ക്ക് എപ്പോഴൊക്കെയോ ഞാൻ കുർബാനയുടെ സിമ്പിൾസൊക്കെ, ഉദാഹരണത്തിന് ഇടതുകരം ബലിപീഠത്തിൽ വെച്ച് വലതുകരം കൊണ്ട് ആശീർവദിക്കുന്നത് കാര്യം പറഞ്ഞു. ബലിപീഠത്തിൻ്റെ 3 ഇടങ്ങളിൽ 3 ആവർത്തി കുമ്പിട്ട് കയറി വരുന്ന കാര്യമൊക്കെ പറഞ്ഞപ്പോൾ ചിലർ, എനിക്ക് അങ്ങനെ അത്ര എക്സ്പീരിയൻസ് ഒക്കെ എനിക്കും കിട്ടുകയാണ്. എന്നോട് ചോദിച്ചാൽ ഇത് പഠിപ്പിക്കച്ചാ, ഞങ്ങൾക്ക് ഇത് കൂടുതൽ അറിയണം, ഇങ്ങനെ പഠിപ്പിക്കണം. തീർച്ചയായിട്ടും അതെൻ്റെ ആഗ്രഹങ്ങളിൽ ഒന്നാണ്. കുർബാന ഡീറ്റെയിൽഡായിട്ട് ആളുകൾക്ക് മനസ്സിലാകുന്നത് പോലെ നിങ്ങളിലേക്ക് എത്തിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. ദൈവം തിരുഹിതമാവുകയാണെങ്കിൽ നടക്കും. പക്ഷെ ഇന്നിപ്പോൾ അത്രയും നമുക്കൊരു സ്കോപ്പില്ല, അത്രയും പറയാനുള്ള സ്കോപ്പില്ല. ജസ്റ്റ് അതിലേക്കൊന്ന് ഇനിഷ്യേറ്റ് ചെയ്യാൻ, വിശുദ്ധ കുർബാനയുടെ ഗൗരവത്തിലേക്ക് നിങ്ങളെന്ന് കൊണ്ടുവരാനേ നേരമുള്ളൂ. പ്രിയമുള്ളവരെ, ഉയർപ്പിന് ശേഷമുണ്ടല്ലോ, ഇനിയുള്ള ശ്രദ്ധിക്കണേ, ഉയർപ്പിന് ശേഷം ഈശോയെ കണ്ടിട്ട് അവനെ കണ്ടവർക്ക് മനസ്സിലായില്ല. സത്യമല്ലേ? നോക്കിക്കേ, ഓർത്തെടുത്ത് ആർക്കൊക്കെയാണ് ഈശോയെ കണ്ട് മനസ്സിലാകാതെ പോയത്? ഉയർത്തെഴുന്നേറ്റ ഈശോയെ കണ്ടിട്ട് അവനെ കണ്ടവർക്ക് മനസ്സിലാക്കാൻ പറ്റിയില്ല. ആദ്യത്തത്, മഗ്ദലന മറിയത്തിന് ആരായിട്ട് തോന്നി? തോട്ടക്കാരനായിട്ട് തോന്നി. അടുത്തത്, എമ്മാവുസിലേക്ക് പോയ ശിഷ്യന്മാർക്ക് ആരായിട്ട് തോന്നി? വഴിപോക്കനായിട്ട് തോന്നി. 3, തിബേരിയോസ് തീരത്ത് മീൻ പിടിക്കാൻ പോയ ശിഷ്യന്മാർക്ക് ഈശോയെ കണ്ടിട്ട് പ്രേതമായിട്ട് തോന്നി. നമ്മളൊക്കെ ഭേദമാണ്, കണ്ടില്ലെങ്കിൽ കണ്ടില്ലെന്നേ ഉള്ളൂ. നമുക്ക് ആർക്കും ഈശോയെ കണ്ടിട്ട് പ്രേതമായിട്ട് തോന്നി, ഭൂതമായിട്ട് തോന്നിയിട്ടില്ലല്ലോ. അപ്പോൾ അതായത് ഉയർപ്പിന് ശേഷം ഈശോയ്ക്ക് മാറ്റമുണ്ട്, എന്തോ മാറ്റമുണ്ട്. അവനെ കണ്ടിട്ട് മനസ്സിലാകുന്നില്ല. അപ്പം നമ്മൾ അറിയേണ്ടത്, എന്നിട്ട് ഇവരെങ്ങനെ മനസ്സിലാക്കി അത് ഈശോയാണെന്ന്? അതാണ് ഈ കാലഘട്ടത്തിൽ ക്രിസ്ത്യാനിക്കുള്ള ടൂൾസ്. ഈ കാലഘട്ടത്തിൽ ഈശോയെ കണ്ടു നടക്കാൻ നമുക്കുള്ള ടൂൾസ് എന്താണെന്ന് വെച്ചാൽ, ഉയർപ്പിന് ശേഷം സുവിശേഷത്തിൽ ഈശോയെ കണ്ടിട്ട് മനസ്സിലാക്കാൻ കഴിയാതെ പോയവർ പിന്നെ ഏത് മൊമെൻറ്റിൽ അത് ഈശോയാണെന്ന് മനസ്സിലാക്കി, അതിനെ അന്വേഷിച്ച് കണ്ടെത്തണം. 1, മഗ്ദലന മറിയത്തിന്
തോട്ടക്കാരനെന്ന് അവൾ ധരിച്ചിരുന്നത് തൻ്റെ ഗുരുവും നാഥനുമാണെന്ന് എപ്പോൾ മനസ്സിലായി, ഈശോ അവളെ വിളിച്ചു, മറിയം, മറിയം. അവൾ വിളിച്ചു, റബ്ബോനി, മറിയം. കർത്താവിൻ്റെ സ്വരം കേട്ടപ്പോൾ, അവൻ്റെ വാക്ക് കേട്ടപ്പോൾ മറിയം തിരിച്ചറിഞ്ഞു അത് ഈശോയാണെന്ന്. അങ്ങനെയാണെങ്കിൽ ഈ കാലഘട്ടത്തിൽ ഈശോയെ കാണാനുള്ള മാർഗം എന്താണ്? കർത്താവിൻ്റെ സ്വരം, കർത്താവിൻ്റെ വാക്ക്, കർത്താവിൻ്റെ വചനം, അതാണ് ബൈബിൾ. അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞത്. അടുത്തത്, എമ്മാവുസിലേക്ക് പോയ ശിഷ്യന്മാർക്ക് എപ്പോൾ മനസ്സിലായത് ഈശോയാണെന്ന്? ഇനി ശ്രദ്ധിച്ചേ. അങ്ങനെ രണ്ടുപേരും നടക്കുന്നു, ഈശോ കൂടെ നടക്കുന്നു. അവർക്ക് ഈശോയെക്കുറിച്ചൊന്നും മനസ്സിലായിട്ടില്ല. വൈകുന്നേരമായപ്പോൾ, നേരം ഇരുട്ടി തുടങ്ങിയപ്പോൾ ആ രണ്ട് ശിഷ്യന്മാർ അവനോട്, അപരിചിതനോട് പറഞ്ഞു, ഞങ്ങളുടെ കൂടെ താമസിക്കുക, നേരം ഇരുട്ടിയില്ലേ, സത്രത്തിൽ മുറിയെടുത്ത് താമസിക്കുന്നു, 3 പേരുടെ വട്ടം ഇരിക്കുന്നു. ഈശോ അവിടെ വെച്ച് അപ്പമെടുത്ത് ഉയർത്തുന്നു. നമ്മൾ വായിക്കുന്ന ഭാഗം, ഈശോ അപ്പമെടുത്ത് വാഴ്ത്തി മുറിച്ച് അവർക്ക് നൽകി. ഉടനെ, അടുത്ത വാക്യം ഇങ്ങനെ, ഉടനെ അവരുടെ കണ്ണുകൾ തുറന്നു. അത് ഈശോയാണെന്ന് അവർക്ക് മനസ്സിലായി. അത് ഈശോയാണെന്ന് അവർക്ക് മനസ്സിലായി. അടുത്ത വാക്യമാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അടുത്ത വാക്യം ഇങ്ങനെയാണ്, ഉടനെ അവൻ അവിടെ നിന്ന് അപ്രത്യക്ഷനായി. ഉടനെ അവൻ അവിടെ നിന്ന് അപ്രത്യക്ഷനായി. ആര്? ഈശോ. ചോദ്യം, എന്തിനാണ് ഈശോ അപ്പോൾ അപ്രത്യക്ഷനായത്? ചോദ്യം കേട്ടെ. അവൻ അപ്പമെടുത്ത് മുറിച്ചു, ഉടനെ അവരുടെ കണ്ണുകൾ തുറന്നു, അത് ഈശോയാണെന്ന് അവർക്ക് മനസ്സിലായി. ഉടനെ അവൻ അവിടെ നിന്ന് അപ്രത്യക്ഷനായി. ചോദ്യം, എന്തിനാണ് ഈശോ അപ്പോൾ അപ്രത്യക്ഷനായത്? എന്നെ കേൾക്കുന്ന, ഒരുമിച്ചിരുന്ന് കേൾക്കുന്നവർ ഉത്തരം പറഞ്ഞു നോക്കിക്കോ. എന്തുകൊണ്ട് ഈശോ അപ്പോൾ അപ്രത്യക്ഷനായി? വാട്ട് ഈസ് ദ റീസൺ ബിഹൈൻഡ് ദാറ്റ്? എന്താണ് കാര്യം? ഉത്തരം, പല ഉത്തരങ്ങൾ വരുമെന്ന് എനിക്കറിയാം. ചിലർ പറയും, അച്ചോ ഈശോയ്ക്ക് വേറെയും പണിയുണ്ട്, അവിടെ തന്നെ ഇരുന്നാൽ പറ്റില്ല, അവിടുന്ന് പോകണ്ടേ അടുത്ത കാര്യത്തിന്. ഓക്കെ, അടുത്തത് കണ്ടോ, ഞാൻ ഉയർത്തെഴുന്നേറ്റു, എനിക്കിങ്ങനെ വരാനും പോകാനും ഒക്കെ പറ്റും, നിമിഷ നേരം കൊണ്ട് മാഞ്ഞു പോകാൻ പറ്റും എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അങ്ങനെയൊക്കെ തോന്നും. പക്ഷെ ഉത്തരം മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ആ കോണ്ടക്സ്റ്റിലേക്ക് വരണം. ആ മുറിക്കകത്ത് നമ്മൾ ഉണ്ടാകണം. ഈശോ അപ്പം മുറിച്ചു, ഉടനെ അവരുടെ കണ്ണുകൾ തുറന്നു, അത് ഈശോയാണെന്ന് അവർക്ക് മനസ്സിലായി. ഉടനെ അവൻ അപ്രത്യക്ഷനായി. എന്ത് വെച്ചാൽ അതിൻ്റെ അർത്ഥം, എപ്പോൾ അപ്പം മുറിക്കലിൽ നിങ്ങൾ എന്നെ തിരിച്ചറിഞ്ഞോ, അപ്പം മുറിച്ചപ്പോൾ നിങ്ങൾ എന്നെ തിരിച്ചറിഞ്ഞോ, അതോടുകൂടി ശരീരത്തിൻ്റെ കാലം കഴിഞ്ഞു. ശരീരത്തിൻ്റെ കാലം കഴിഞ്ഞു. ഇനി വരുന്ന കാലം, ഇനി വരും തലമുറകൾ എന്നെ കാണുകയും തിരിച്ചറിയുകയും ചെയ്യേണ്ടത് എവിടെയാണ്? ഈ അപ്പത്തിലാണ്, ശരീരത്തിലല്ല, അപ്പത്തിൽ. അപ്പത്തിൻ്റെ പ്രാധാന്യത്തെ, വിശുദ്ധ കുർബാനയുടെ പ്രാധാന്യത്തെ കർത്താവ് ഉയർത്തുകയായിരുന്നു. ആ അപ്രത്യക്ഷമാകൽ വഴി ഉടലിൻ്റെ കാലം കഴിഞ്ഞു. ഇനി അപ്പം, ഇനി ഈ അപ്പം, ഈ ശരീരം, ഇതാണ് കർത്താവിൻ്റെ ശരീരം. ഇനി മുതൽ എൻ്റെ ശരീരം നിങ്ങൾ കണ്ട ഉടലല്ല, ഈ അപ്പമാണ്. അത് കർത്താവ് ഉറപ്പിച്ച് സ്ഥിരീകരിച്ച് അവരെ പഠിപ്പിക്കുകയാണ് ആ പ്രത്യക്ഷമാകൽ വഴി. എൻ്റെ ദൈവജനമേ, വിശുദ്ധ കുർബാന, കർത്താവ് അവൻ്റെ ശരീരം, രക്തം നമുക്ക് വേണ്ടി വിളമ്പുന്ന സ്ഥലം. അവൻ പാടുപീഡകൾ സഹിച്ച്, മുറിവേറ്റ്, തകർക്കപ്പെട്ട് നമുക്ക് വേണ്ടി എടുത്തു നൽകുന്ന വിശുദ്ധ കുർബാനയെ നമ്മൾ സ്നേഹിക്കണം. അതിലേക്ക് വരണം, വിശുദ്ധ കുർബാനയിലേക്ക് വരണം. സങ്കടം എന്താണെന്ന് വെച്ചാൽ ഉണ്ടല്ലോ, ഞാൻ എൻ്റെ ശൈലി നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായിട്ടുണ്ട്. എൻ്റെ സങ്കടം, മറ്റു പല ഭക്താനുഷ്ഠാനങ്ങൾക്കും കൊടുക്കുന്ന ആദരവിന് നമ്മൾ കാണിക്കുന്ന താല്പര്യത്തേക്കാൾ എത്ര താഴെയായി ഇപ്പോൾ വിശുദ്ധ കുർബാനയുള്ള താല്പര്യം കിടക്കുന്നത്. എൻ്റെ സങ്കടം. ചിലരുണ്ട് രാത്രി ഒന്നും ഉറക്കമില്ല, രാത്രിയിലൊക്കെ മുടിഞ്ഞ പ്രാർത്ഥനയാണ്. 1 മണിക്ക് എഴുന്നേറ്റൊരു പ്രാർത്ഥന, 3 മണിക്ക് വേറെ, വാട്സാപ്പിൽ കൂടെ വേറെ പ്രാർത്ഥന, സൂമിൽ കൂടെ പറ്റുമെങ്കിൽ അങ്ങനെ പ്രാർത്ഥന. ഇതെല്ലാം കഴിഞ്ഞിട്ട് രാവിലെ 6 മണിക്ക് എഴുന്നേറ്റ് പള്ളിയിൽ പോകുന്നുണ്ടോ? ഇല്ല അച്ഛാ, ക്ഷീണം. അപ്പോഴത്തേക്ക് ക്ഷീണിക്കും അച്ഛാ, അപ്പോഴത്തേക്ക് ക്ഷീണിക്കും. രാത്രിയിലെ കലാപരിപാടി എല്ലാം കഴിയുമ്പോൾ പിന്നെ രാവിലെ ക്ഷീണിക്കും, രാവിലെ പിന്നെ കുർബാനയ്ക്ക് പോകാൻ പറ്റില്ല. എൻ്റെ പൊന്നു ചേട്ടന്മാരെ, ചേട്ടത്തിമാരെ, കിടന്നുറങ്ങ്. കർത്താവ് വിശ്രമത്തിൽ നൽകിയ സമയമാണ് രാത്രി. ഉറങ്ങിയിട്ട് പുലർച്ചെ വിശുദ്ധ കുർബാനയ്ക്കായിട്ട് ബലിപീഠത്തിൻ്റെ ചാരത്തേക്ക് വാ. ഇപ്പൊ പറ്റിയിരിക്കുന്ന അപകടം, പ്രധാനമായവ അപ്രധാനമാവുകയും അപ്രധാനമായവ പ്രധാനമായിരിക്കുകയും ചെയ്യുകയാണ്. ഈ കാലഘട്ടത്തിൽ സഭയിൽ ഏറ്റവും പ്രധാനമായത് എവിടെയോ താഴെ കിടക്കുകയാണ്. വിശുദ്ധ കുർബാനയോളം പ്രാധാന്യം മറ്റൊന്നിനും കൊടുക്കരുത്. അതാണ് പരമോന്നതമായ ആരാധന, അതാണ് ഏറ്റവും വിശിഷ്ടമായ പ്രാർത്ഥന. വിശുദ്ധ കുർബാന കേന്ദ്രീകൃതമായൊരു സമൂഹമായിട്ട് നമ്മൾ മാറണം. ഇത് നമുക്കിപ്പോൾ ഇഷ്ടം പോലെ മറ്റേ
തട്ടുകട തരികട പരിപാടി ഉള്ളതുകൊണ്ട് അതിൻ്റെയൊക്കെ പുറകെയാണ് ഓട്ടം മുഴുവൻ. വിശുദ്ധ കുർബാന, ഇത് ഞാൻ പറഞ്ഞില്ലേ, ഇത് ഞാൻ വളരെ നെയ്വായിട്ട് സംസാരിക്കുകയാണ്, ഒരു കൃത്യം ടീച്ചിങ് അല്ല. നിങ്ങൾക്ക് ആ ഒരു വിശുദ്ധ കുർബാന എന്നൊരു ഫീൽ, പ്രത്യേകിച്ച് നമ്മുടെ സഭ, പ്രത്യേകിച്ച് സീറോ മലബാർ സഭ ഇപ്പോൾ സങ്കടത്തിൻ്റെ കാലത്താന്ന് ഓർക്കണേ. ഞാനൊരു പ്രാർത്ഥന, വിമല ഹൃദയ പ്രതിഷ്ഠയിൽ പങ്കെടുക്കുന്നവർക്ക് ഒരു പ്രാർത്ഥനാ നിയോഗം കൂടി ഏൽപ്പിക്കുകയാണ് പ്രത്യേകമായിട്ട്. നിങ്ങളെല്ലാവരോട് പ്രാർത്ഥിച്ചാൽ പരിഹാരം ഉണ്ടാകും, ഉറപ്പാണ്. എന്നുവെച്ചാൽ എന്താണെന്നറിയാമോ, ഐക്യത്തിൻ്റെ കൂദാശ തർക്കത്തിൻ്റെ വിഷയമായിരിക്കുകയാണ്. അതാണ് സങ്കടം. ഐക്യത്തിൻ്റെ കൂദാശ തർക്കത്തിൻ്റെ വിഷയമായിരിക്കുകയാണ്, അല്ലേ? അതല്ലേ ഇപ്പോൾ പറ്റിയിരിക്കുന്നത്. ഒരപ്പത്തിൽ നിന്ന് ഭക്ഷിക്കേണ്ട കൂദാശ, ഐക്യത്തിൻ്റെ, എല്ലാവരും ചേർത്ത് പിടിക്കുന്ന കൂദാശ ഭിന്നതയുടെ തർക്കത്തിൻ്റെ വിഷയമായതാണ് നമ്മുടെ സഭയുടെ അപജയം, നമ്മുടെ സങ്കടം. അതുകൊണ്ട് പ്രാർത്ഥിക്കേണ്ടത്, കർത്താവേ, വിശുദ്ധ കുർബാന കേന്ദ്രീകൃതമായൊരു സഭയായി, ഒരു ജനതയാക്കി ഞങ്ങളെ മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കണം. അത് പ്രധാനപ്പെട്ട. പിന്നെ ഉണ്ടല്ലോ, ഞാൻ നിങ്ങൾക്ക് പ്രാക്ടിക്കൽ ഉപദേശം, ദയവ് ചെയ്ത് ആവശ്യമില്ലാത്ത സംസാരങ്ങളിലൊന്നും നിങ്ങൾ പോയി മിണ്ടണ്ട. അതായത് അവർ ചെയ്ത് ശരിയായോ, അങ്ങനെയൊക്കെ കാണിക്കുന്നത് ശരിയല്ല, ഇത് ശരിയാണോ, ഈ പ്രാർത്ഥന വിടണോ, ഇത് ചെല്ലണോ, ഇത് നിങ്ങൾ ഇതിനെക്കുറിച്ച് വെറിയിടാകണ്ട. എന്തിനാ വെറുതെ നമ്മൾ ആവശ്യമില്ലാത്ത ശിക്ഷാവിധി ക്ഷണിച്ചു വരുത്തുന്നത്? നമ്മൾ അത്തരം തർക്കങ്ങളിലൊന്നും പോകാതിരിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ടത്. നിങ്ങൾ അത്തരം ഒരു മിതത്വം പാലിക്കണം. നിങ്ങളുടെ വീട്ടകങ്ങളിലൊന്നും ഇതിനെക്കുറിച്ച് അധികം ചർച്ച ചെയ്യേണ്ട, എളിമപ്പെടുക. സഭ, തിരുസഭ കൽപ്പിച്ചു നൽകുന്നത് എളിമയോടെ സ്വീകരിക്കുക. അതിനെക്കുറിച്ച് വലിയ തർക്കങ്ങൾ, അതിൻ്റെ പേരിൽ നമുക്കിടയിലുള്ള ബന്ധങ്ങളിൽ വിള്ളൽ വീഴുന്ന അവസ്ഥ, അതൊക്കെ നമുക്ക് ഒഴിവാക്കാമല്ലോ. ഒരല്പം നമ്മളെ കൊണ്ട് കൂട്ടിയാൽ കൂടാത്ത കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്യുന്ന എന്തിനാ, അതെനിക്ക് മനസ്സിലാകാത്ത, അതവിടെ വിട്ടേക്ക്. അത് നമുക്ക് ശരിയായ സമയത്ത് ശരിയായ നിർദ്ദേശങ്ങൾ നമുക്ക് ലഭിക്കും. അതനുസരിച്ച് നമുക്ക് വിശുദ്ധ കുർബാന അർപ്പിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാമെന്ന് അങ്ങ് വിചാരിക്കുക. അത് ആ ഒരു എളിമ ഉണ്ടാകട്ടെ. മറ്റൊന്ന്, എനിക്ക് കുർബാനയെക്കുറിച്ച് നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരാനുള്ളത്, കുർബാനയെക്കുറിച്ച് അറിയണം. നമ്മുടെ പഴയ മാർപ്പാപ്പ, ബെനഡിക്ട് 16 മാർപ്പാപ്പ പറഞ്ഞൊരു ക്ലാസിക്കൽ സെൻറ്റൻസ് ഉണ്ട്: അറിയാത്ത ഒന്നിനെ നിങ്ങൾ എങ്ങനെ സ്നേഹിക്കും? അറിയാത്ത ഒന്നിൽ നിങ്ങൾ എങ്ങനെ വിശ്വസിക്കും? ഈ ചോദ്യം കേട്ടെ. അറിയാത്ത ഒന്നിനെ നിങ്ങൾ എങ്ങനെ സ്നേഹിക്കും? അറിയാത്ത ഒന്നിൽ നിങ്ങൾ എങ്ങനെ വിശ്വസിക്കും? ചോദ്യം വളരെ പ്രസക്തമാണേ. വിശുദ്ധ കുർബാന നമ്മൾ നമ്മുടെ കാർന്നോന്മാർ അർപ്പിച്ചു, ഞങ്ങൾ അർപ്പിക്കുന്നു, ഞങ്ങളുടെ പിള്ളേരെ കൊണ്ടുപോകുന്നു. പക്ഷേ എൻ്റെ ചോദ്യം, വിശുദ്ധ കുർബാന അറിയാമോ? വിശുദ്ധ കുർബാന അറിയാമോ? അറിഞ്ഞുകൂടാ. നമ്മളിങ്ങനെ കാഴ്ചക്കാരാണ്. കാരണം നമ്മുടെ കുർബാനയുണ്ടല്ലോ മുഴുവൻ സയൻസ് ആൻഡ് സിമ്പിൾസ് ആണ്. അടയാളങ്ങളിലൂടെ, പ്രതീകങ്ങളിലൂടെ മിശിഹാ രഹസ്യത്തെ അവതരിപ്പിക്കുകയാണ് നമ്മൾ. അപ്പോൾ അത് മനസ്സിലാക്കണമെങ്കിൽ ആ അടയാളങ്ങളും പ്രതീകങ്ങളും അറിയണ്ടേ? അത് പഠിക്കാതെ പറ്റുമോ? ഒരു നാടകമല്ലല്ലോ, ഒരു സിനിമയല്ലല്ലോ. ആ നാടകവും സിനിമ എന്താ? ആ കാണുന്നതാണ് കാഴ്ച. ഇതങ്ങനെയല്ല. ഈ കാണുന്നതിനപ്പുറത്ത് മറ്റു കാഴ്ചകളുണ്ട്. ഉദാഹരണത്തിന് ഓരോന്നും എടുത്ത് നമുക്ക് ഇഷ്ടം പോലെ പറയാൻ പറ്റും. നമ്മൾ കാഴ്ചയർപ്പണത്തിൻ്റെ ഗീതത്തിന് നേരത്ത് മിശിഹാ കർത്താവിൻ തിരുമേയ് നിണവും ഇതാ എന്ന് പാടും നേരത്ത് പുരോഹിതൻ ബലിപീഠത്തിൻ്റെ ഒരു വശത്ത് നിന്ന് കാസ എടുത്തുകൊണ്ട് വരുന്നു, മറുവശത്ത് നിന്ന് പീലാസ എടുത്തുകൊണ്ട് വരുന്നു. എന്തിനാണ് അച്ഛൻ അങ്ങോട്ടും ഇങ്ങോട്ടും? ചില ചോദിക്കുന്നത്, എന്തിനാ ഈ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നേ? അതിൻ്റെ ആവശ്യം എന്താ? ആ നടപ്പിന് അർത്ഥമുണ്ട്. കർത്താവ് പീലാത്തോസിൻ്റെ അരമനയിൽ നിന്ന് അവിടുന്ന് ഹെറോദോസിൻ്റെ അരമനയിലേക്ക്, വീണ്ടും പീലാത്തോസിൻ്റെ അരമനയിലേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കർത്താവ് നടത്തിച്ചതിൻ്റെ പ്രതീകമാണത്. ആ സൂചനയാണ്. പീഡാനുഭവം ആരംഭിക്കാൻ സൂചിപ്പിക്കുകയാണ്. എന്നിട്ട് കാസയും പീലാസയും കൊണ്ടുവന്നിട്ട് ബലിപീഠത്തിൽ വന്ന് നിന്നിട്ട് ആ കാസയും പീലാസയും ഉയർത്തുമ്പോൾ എന്താ കാണിക്കുന്നത്? കർത്താവിൻ്റെ കുരിശുമരണം കാണിക്കുകയാണ്. കർത്താവിൻ്റെ കുരിശുമരണം കാണിച്ചിട്ട് കാസയും പീലാസയും ബലിപീഠത്തിൽ വെച്ചിട്ട് ശോശപ്പ ആ സ്വർണ്ണ തുണിയിട്ട് മൂടുമ്പോൾ എന്ത് സൂചിപ്പിക്കുന്നു? കർത്താവിൻ്റെ കബറടക്കം കാണിക്കുകയാണ്. അവനെ കബറടക്കുന്നു. എന്നിട്ട് പ്രാർത്ഥിക്കുകയാണ്, പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ദൈവമാതാവായ കന്യകാമറിയത്തിൻ്റെയും നീതിമാനായ മറിയ ഔസേപ്പിൻ്റെയും സ്മരണ ഈ ബലിപീഠത്തിൽ, എവിടെ? കർത്താവിൻ്റെ കബറിടത്തിങ്കൽ ഞങ്ങൾ അവരെ അനുസ്മരിക്കുന്നു. അടുത്തത്, രക്തസാക്ഷികളെ, തോമാസ് ലിഹായെ ഈ കബറിടത്തിങ്കൽ ഞങ്ങൾ അനുസ്മരിക്കുന്നു. ചെറിയവരും വലിയവരുമായി മരിച്ചുപോയ എല്ലാവരെയും ഇവിടെ അനുസ്മരിക്കുന്നു. അച്ഛന്മാരൊക്കെ, മരിച്ചുപോയ പ്രിയപ്പെട്ടവരെയൊക്കെ ഓർക്കുന്ന നേരം അതാണ്. കുർബാന അർപ്പിക്കുമ്പോൾ മാതാപിതാക്കൾ മരണപ്പെട്ടു പോയ അച്ഛന്മാരൊക്കെ ആ നേരത്തെ അപ്പനെയും അമ്മയൊക്കെ ദേ ആ കബറിടത്തിങ്കിലേക്ക്, ആ ശോശപ്പ ആ സ്വർണ്ണ തുണിയുടെ അടിയിലേക്ക് അവരെ അങ്ങ് വെക്കും. കർത്താവിൻ്റെ കബറിടത്തോട് ചേർത്ത് നമ്മളെല്ലാവരും വെക്കുന്ന നേരമാണത്. കാരണം അത് പൗലോസ്ലീഹയുടെ തിയോളജിയാണ്. പൗലോസ്ലീഹ പറയുന്നു, കർത്താവിൻ്റെ കൂടെ മരിക്കുന്നവർ കർത്താവിൻ്റെ കൂടെ ഉയർത്തെഴുന്നേൽക്കും. ഇത് സിംബോളിക്കാണ്. അത് മനസ്സിലാക്കണ്ടേ? അപ്പോൾ സിംബോളിക്കായ പലതിനെയും ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ, ഇന്നലെയല്ല 2 ദിവസം, ഡീകൺസ്ട്രക്ഷൻ അത് സാരമില്ല, അത് കുഴപ്പമില്ല. അങ്ങ് ഡീകൺസ്ട്രക്ഷൻ്റെ ഭാഗമായി പലതിനെയും വേണ്ടെന്ന് വെക്കുമ്പം എന്ത് പറ്റുന്നു? സയൻസ് ആൻഡ് സിമ്പിൾസിൻ്റെ പ്രാധാന്യം ഇല്ലാതായി പോകുന്നു. അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ട ഒരു ആശയം ഇല്ലാണ്ടായി പോകുന്നു. വിശുദ്ധ കുർബാന അറിയണം. ഉദാഹരണത്തിന്
ഓരോ സഭയ്ക്കും ഞാൻ പറഞ്ഞില്ലേ തനതായ ആരാധനാക്രമമുണ്ട്, അതെല്ലാവരും പഠിക്കണം എന്ന് തന്നെയാണ് ഞാൻ ഈ പറയുന്നത്. അപ്പം ഞാൻ സീറോ മലബാർ അച്ഛനായതുകൊണ്ട് ഞാനത് പറയുന്നതേ ഉള്ളൂ. സീറോ മലബാർ കുർബാനക്രമം 7 ഭാഗമുണ്ട്. നമുക്ക് കുർബാനയിൽ 7 ഭാഗമുണ്ട്. ഈ 7 ഭാഗം അറിഞ്ഞാലാണ് ഞാനിപ്പോൾ എവിടെ നിൽക്കുന്നു. അതായത് നമ്മൾ ആരാന്നേ ഇത്ര പെർഫെക്റ്റ്, ഇടയ്ക്കൊന്ന് ചിന്ത വിട്ടു പോവുകയാണ്. അപ്പോൾ ചിന്ത വിട്ടു പോയിട്ട് പിന്നെ ചിന്ത തിരിച്ചു വന്നു. അപ്പം ഞാൻ എവിടെയാണ് നിൽക്കുന്നത്? കുർബാനയുടെ ഏത് ഭാഗത്താണ്? ആദ്യം ആമുഖ ശുശ്രൂഷ, കുർബാനയുടെ സർവാധിപനാം കർത്താവ് വരെയുള്ള ഭാഗം ആമുഖ ശുശ്രൂഷ, അതിനുശേഷം വചന ശുശ്രൂഷ, അതിനുശേഷം ഒരുക്ക ശുശ്രൂഷ, കാസയും പിലാസയ്ക്ക് ഒരുക്കാണ്. അതിനുശേഷം 4-ാമത്തെ ഭാഗം, ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം അനാഫറ കൂദാശ ഭാഗം. കൂദാശ ഭാഗത്തിന് ശേഷം കർത്താവിൻ്റെ സാന്നിധ്യം ബലിപീഠത്തിൽ വെളിപ്പെടുമ്പോൾ ഉടനെ നമുക്ക് എന്ത് ബോധമുണ്ടാകുന്നു? ഞാൻ പാപിയാണ്. അനുരഞ്ജന ശുശ്രൂഷ 5-ാം, അവിടെയാണ് നമ്മൾ മുട്ടുകുത്തുന്നത്. കർത്താവേ എന്നോട് കരുണ തോന്നണമെന്നൊക്കെ പ്രാർത്ഥിക്കുന്ന നേരം അതാണ്. അതിനുശേഷം ഉടനെ 6-ാമത്തെ ഭാഗം ദൈവ ഐക്യ ശുശ്രൂഷ. അനുരഞ്ജനപ്പെട്ട നമ്മളെ കർത്താവ് ഉയർത്തിയിട്ട് പറയുകയാണ്, നമ്മൾ ഒന്നാണ് മക്കളെ, ഞാൻ ചേർത്ത് പിടിക്കുകയാണ് നിന്നെ. അതാണ് കുർബാന സ്വീകരണം. ഒടുക്കം സമാപന ശുശ്രൂഷ. ഓരോ ശുശ്രൂഷയിലും അതിനുള്ളിലെ പ്രാർത്ഥനകൾക്ക് അർത്ഥമുണ്ട്, അതിന് സിംബോളിക് വാല്യൂ ഉണ്ട്. ഓരോ ജസ്റ്റേഴ്സിനും വിശുദ്ധ കുർബാനയെ അറിയണം. ചുമ്മാ പുണ്യം പറഞ്ഞിട്ടൊരു കാര്യമില്ല. അത് നമുക്ക് പറ്റുന്നുണ്ടല്ലോ, ഒരുമാതിരി എന്നാ പറയേണ്ടത്, പൈങ്കിളിവൽക്കരിക്കപ്പെടുകയാണ്. എല്ലാം പൈങ്കിളിവൽക്കരിക്കപ്പെടുകയാണ്. ഒരു നനുത്ത സുഖമുള്ള അനുഭവമായിട്ട് എല്ലാത്തിനും അങ്ങ് ചെറുതാക്കുകയാണ്. അതിനപ്പുറത്ത് ഗൗരവമുണ്ട് വിശുദ്ധ കുർബാനയ്ക്ക്. അതിനെ ഗൗരവത്തോടെ പഠിക്കണം, അറിയണം. വിശുദ്ധ കുർബാനയുടെ പ്രാർത്ഥന അർത്ഥങ്ങൾ അറിയണം, അതിൻ്റെ രഹസ്യങ്ങളെ മനസ്സിലാക്കാൻ ശ്രമിക്കണം. എല്ലാം മനസ്സിലാക്കുമ്പോഴും എളിമയോടെ തിരുമുമ്പാകെ നിന്ന് അർപ്പിക്കേണ്ടതാണ് വിശുദ്ധ കുർബാന. അതുകൊണ്ട് നിങ്ങളെ ഞാൻ പ്രോത്സാഹിപ്പിക്കുകയാണ്, പ്രിയമുള്ള ദൈവജനമേ, വിശുദ്ധ കുർബാനയെക്കുറിച്ച് പഠിച്ചേ, അറിഞ്ഞേ, അതിനുള്ള മാർഗങ്ങൾ അന്വേഷിച്ച്. ഈ ഓവർ ഭക്താഭ്യാസങ്ങളുടെ പുറകെ അല്പം ഓട്ടം കുറച്ചാലും സാരമില്ല. വിശുദ്ധ കുർബാനയിലേക്ക് തിരിച്ചു വന്നേ. നമ്മൾ ഡാനിയൽ അച്ഛനെ മറ്റങ്ങാണ്ട് ഒരിക്കൽ പറഞ്ഞ ഓർമ്മയില്ലേ? സുന്ദരമായൊരു ക്ലാസിക്കൽ സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട് അച്ഛൻ്റെയാണ്. അതായത്, നിനക്ക് മറ്റേത് അനുഗ്രഹം നൽകാനും കർത്താവിന് പാടില്ല. കർത്താവ് ചുമ്മാ എടുത്ത് വീശും. അവൻ പാടുപെട്ട് അവനെ ചങ്കു പറിച്ചു തന്ന അനുഗ്രഹമാണ് വിശുദ്ധ കുർബാന. അത് നമുക്ക് വേണ്ട, അത് മാത്രം നമുക്ക് വേണ്ട, നമുക്ക് ബാക്കിയുള്ളതൊക്കെ മതി. കർത്താവ് ജീവൻ തന്നതാണ് വിശുദ്ധ കുർബാന. അതിനെ സ്വീകരിക്കുക. പിന്നെ ഉണ്ടല്ലോ, വിശുദ്ധ കുർബാന പെട്ടെന്ന് തീർക്കണം. ഞാൻ ഈ കോവിഡ് കാലത്തെ കണ്ട ട്രെൻഡാണ്. ഓൺലൈൻ കുർബാനകളൊക്കെ നമ്മൾ കൂടുന്ന കാലത്തെ ആൾക്കാർ യൂട്യൂബിൽ തപ്പുവാണ്, ഏതാണ് പെട്ടെന്ന് തീരുന്ന കുർബാന. ആ കുർബാനയ്ക്ക് മുടിഞ്ഞ വ്യൂസാണ്. എല്ലാവരും അതാണ് കാണുന്നത്. രാവിലെ 8 മണിയാകുമ്പോൾ 40,000 പേര് കണ്ടു കഴിയും ആ കുർബാന. ഇതാരെ പറ്റിക്കാനാണ്? എന്താ നമുക്ക് തോന്നാത്ത? നമ്മൾ ഇത്തരം കാര്യങ്ങൾ കാണിക്കുമ്പോണ്ടല്ലോ, നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മളെ നോക്കി പുച്ഛിക്കുകയാണ്. നമ്മൾ ഇത് ആരെ ബോധിപ്പിക്കാനാണ്? അതായത് സാധാരണഗതിയിൽ ഒരു അച്ഛൻ എത്ര ബലം പിടിച്ച് എല്ലാവരും ഇടദിവസ കുർബാന 40 മിനിറ്റെങ്കിലും എത്തും. 35-40 മിനിറ്റ്, ഓക്കെ ഫൈൻ. ഇടദിവസം തിരക്കുണ്ടെന്ന് നിങ്ങൾക്ക് പോകണം, മനസ്സിലാക്കാം. ഞായറാഴ്ച എന്താ തിരക്ക്? കർത്താവിൻ്റെ ദിവസമാണ്, ലോർഡ്സ് ഡേ. അന്ന് കുർബാന അർപ്പണത്തോളം പ്രാധാന്യം മറ്റൊന്നിനും വേണ്ട. അന്ന് ആഘോഷമായിട്ട് കുർബാന അർപ്പിക്കുക പറ്റില്ലേ? എന്നിട്ട് നമ്മൾ തപ്പാണ്, എവിടെയാണ് പെട്ടെന്ന് കുർബാന തീരുന്നത്? ഞങ്ങളുടെ വികാരിച്ചിൻ്റെ കുർബാനയ്ക്ക് സമയ ദൈർഘ്യമുണ്ടെങ്കിൽ ഉടനെ വണ്ടി പിടിക്കുകയാണ്, അടുത്ത പള്ളിയിലോട്ട് പോവുക, അടുത്ത സ്ഥലത്ത് പോയി കുർബാന കൂടുക. അങ്ങനെ അർപ്പിക്കുന്ന കുർബാനയ്ക്ക് ദൈവസന്നിധിയിൽ വിലയുണ്ടാവുമെന്ന് നീ വിചാരിക്കുന്നുണ്ടോ? കർത്താവ് എന്താ അത്ര പൊട്ടനാണോ? നമ്മൾ യൂട്യൂബിൽ ഏറ്റവും എളുപ്പമുള്ള കുർബാന, ഏറ്റവും പെട്ടെന്ന് തീരുന്ന കുർബാന സെർച്ച് ചെയ്തിട്ട് കാണുമ്പോൾ നമ്മൾ ആരെയും കബളിപ്പിക്കുന്നത്? നമ്മുടെ അത്തരം കാര്യങ്ങളൊക്കെ ഒന്ന് മാറ്റ്. നമ്മൾ കുറേ കൂടെ ആന്തരികതയിലേക്ക് വാ, ജെനുവിനാക്, ആത്മാർത്ഥമുള്ള ക്രിസ്ത്യാനായിട്ട് നമുക്ക് മാറണം. അപ്പം ഞാൻ ഇന്ന് നിങ്ങളെ ഓർമ്മിപ്പിക്കുന്ന ഹോംവർക്ക്, കഴിവുള്ള എല്ലാ ദിവസവും ഞാൻ കുർബാന കൂടും, അത്രേ ഞാൻ പറയുന്നുള്ളൂ. അത് ഓരോരുത്തർക്കും ആപേക്ഷികമാണ്, സബ്ജക്റ്റീവാണ്, ഞാൻ നിർബന്ധം പിടിക്കുന്നില്ല. അതായത് 2 തീരുമാനങ്ങൾ. 1, ഇനി ഒരിക്കലും എൻ്റെ ജീവിതത്തിൽ ഞായറാഴ്ച കുർബാന മുടക്കില്ല. 2, കഴിവുള്ള എല്ലാ ദിവസങ്ങളിലും, അത് ഇടദിവസങ്ങൾ ഉൾപ്പെടെ എല്ലാ ദിവസങ്ങളിലും ഞാൻ വിശുദ്ധ കുർബാന അർപ്പിക്കും. വിശുദ്ധ കുർബാനയിലാണ് എൻ്റെ ജനമേ കർത്താവും നമ്മളും ഒന്നാകുന്നത്. മറ്റൊരു ശുശ്രൂഷയിൽ അതില്ല കേട്ടോ, ഇത് പ്രത്യേകം ഓർത്തേ. കർത്താവും നമ്മളും ഒന്നാകുന്ന അനുഭവം മറ്റൊരു ശുശ്രൂഷയിലും ഇല്ല, മറ്റൊരു നൊവേനയിലും ഇല്ല, മറ്റൊരു ജപമാലയിലും ഇല്ല. ഒന്നും കുറയ്ക്കുകയല്ല, ഞാൻ ഒന്നും കുറച്ച് കാണിക്കുകയല്ല. പക്ഷെ കുർബാനയെ ഉയർത്തി കാണിക്കാൻ ഞാൻ കിടന്ന് പാടുപെടുകയാണ് എന്ന് മനസ്സിലാക്കിയാൽ മതി. കർത്താവിനോട് ഐക്യപ്പെടുന്ന മറ്റൊരു ശുശ്രൂഷയില്ല വിശുദ്ധ കുർബാന പോലെ. അപ്പോൾ കുർബാനയുടെ മഹാത്മ്യത്തെ നമുക്ക് തിരിച്ചു പിടിക്കണം. വിശുദ്ധ കുർബാന ജനമായിട്ട് നമുക്ക് മാറണം.
കുർബാനയുടെ മുമ്പിൽ മുട്ടുകുത്താം. ദിവ്യകാരുണ്യ സന്നിധിയിൽ മുട്ടുകുത്തി നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ആമേൻ. പ്രവൃത്തി: ഒരിക്കലും ഞായറാഴ്ച കുർബാന മുടക്കില്ല. കഴിയുന്ന എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കും. അബ്രാമിൻ ദൈവമേ, ഇസ്ഹാക്കിൻ ദൈവമേ, യാക്കോബിൻ ദൈവമേ, ഞങ്ങൾക്കേക കർത്താവേ. അബ്രാമിൻ ദൈവമേ, ഇസ്ഹാക്കിൻ ദൈവമേ, യാക്കോബിൻ ദൈവമേ, ഞങ്ങൾക്കേക കർത്താവേ. സൈന്യങ്ങൾ തൻ കർത്താവേ, ആരാധിക്കും നിൻ നാമം. സൈന്യങ്ങൾ തൻ കർത്താവേ, ആരാധിക്കും നിൻ നാമം. പാപികൾക്ക് പരിഹാരവുമായി, മുറിവേറ്റവർക്ക് സാന്ത്വനമായി, രോഗങ്ങൾ നീക്കിടുവാൻ ക്രൂശിതനായ കർത്താവേ. പാപികൾക്ക് പരിഹാരമായി, മുറിവേറ്റവർക്ക് സാന്ത്വനമായി, രോഗങ്ങൾ നീക്കിടുവാൻ ക്രൂശിതനായ കർത്താവേ. സൈന്യങ്ങൾ തൻ കർത്താവേ, ആരാധിക്കും നിൻ നാമം. 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 സൈന്യങ്ങളുടെ കർത്താവായ ദൈവമേ, നിനക്ക് ആരാധന. ഈശോയേ, പരിശുദ്ധനെ, സർവശക്തനെ, എല്ലാറ്റിൻ്റെയും ഉടയവനെ, നിനക്ക് ആരാധന. ഈശോയേ, ഞങ്ങളുടെ ഏറ്റവും വലിയ അത്ഭുതം, എല്ലാറ്റിൻ്റെയും ഉടയവനായിരുന്നിട്ടും നീ ഈ ചെറു അപ്പമായി ഞങ്ങളുടെ മുമ്പിലേക്ക് എഴുന്നള്ളി വരുന്നതാണ്. കൊടുങ്കാറ്റിനെ ശാന്തമാക്കിയവൻ, ഒരിളം കാറ്റിൽ പറന്നു പോകാൻ മാത്രമുള്ള ഈ ലഘുവായ അപ്പത്തിലേക്ക് ചുരുങ്ങിയതാണ് കർത്താവേ ഞങ്ങൾ കാണുന്ന ഏറ്റവും വലിയ അത്ഭുതം. ഇത്ര ചെറുതാകാൻ എത്ര വളരണം എൻ്റെ കർത്താവേ. ഇത്ര സ്നേഹിക്കാൻ എന്തു വേണം എൻ്റെ ഈശോയെ. ഞങ്ങളൊക്കെ ശ്രമിക്കുന്നത് വലുതാകാനായിട്ടാണ്. ഞങ്ങൾക്കൊന്നും ഇപ്പോഴുള്ളത് പോരാ, ഇനിയും ഇനിയും വലുതാകണം. ഭൗതികമായ പലതും ഞങ്ങൾ പ്രാർത്ഥനയുടെ വിഷയമാക്കുന്നത് ഈ വലുതാകാനുള്ള കൊതി കൊണ്ടാണ്. ഞങ്ങളുടെ കൂടെയുള്ളവരെക്കാൾ ഞങ്ങൾ വലുതാകണം. ഞങ്ങളുടെ വീട് ഇനിയും വലുതാകണം. ഞങ്ങളുടെ വരുമാനം ഇനിയും വലുതാകണം. എല്ലാം വലുതാകണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുമ്പോൾ നീ ഞങ്ങളുടെ മുമ്പിൽ കാണിച്ചു തരികയാണ്. ചെറുതാകലാണ് ഏറ്റവും വലിയ വലുപ്പമെന്ന്. ചെറുതായി ചെറുതായി വലുതായ എൻ്റെ കർത്താവേ, വിശുദ്ധ കുർബാനയായവനെ, നിനക്ക് ആരാധന. കർത്താവേ, വിമല ഹൃദയ പ്രതിഷ്ഠയുടെ ഈ 32-ാം നാൾ ഞങ്ങൾ ധ്യാനിച്ചതൊക്കെയും വിശുദ്ധ കുർബാനയെക്കുറിച്ച്, നിന്നെക്കുറിച്ച് തന്നെയാണ്. ഇനിയുള്ള കാലത്ത് ലോകം, തലമുറകൾ, കാലമെന്നെ തിരിച്ചറിയേണ്ടത് ശരീരം കണ്ടല്ല, മറിച്ച് അപ്പം കണ്ടാണെന്ന് നീ തെളിയിച്ച എമ്മാബൂസ് ഞങ്ങൾ ധ്യാനിക്കുകയായിരുന്നു. കർത്താവേ, ഈ അപ്പത്തിൽ നിന്നെ കാണാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. വിശ്വാസ കണ്ണു വേണം കർത്താവേ, ഞങ്ങൾക്ക് വിശ്വാസ കണ്ണു വേണം. ആജാന ബാഹുക്കളായ പ്രതിമകളിൽ ദൈവ സാന്നിധ്യം കാണുന്നത് പോലെ എളുപ്പമല്ലല്ലോ നിസാരമായി ചെറു അപ്പത്തിൽ നിന്റെ സാന്നിധ്യം തിരിച്ചറിയുവാൻ. കർത്താവെ, അതുകൊണ്ടല്ലേ കേസറിയ ഫിലിപ്പിയിൽ വെച്ച് നീ പത്രോസിനോട് ചോദിച്ചത്, കേസറിയ ഫിലിപ്പി റോമൻ ദേവന്മാരുടെ, ദേവതകളുടെ വിഗ്രഹങ്ങളാൽ സമ്പന്നമായ സ്ഥലം, ആജാന ബാഹുക്കളായ ഒരുപാട് ദേവന്മാർ ചുറ്റും കാണുമ്പോൾ
അവരുടെ നടുക്ക് നിന്ന് ഈശോ പത്രോസിനോട് ചോദിക്കുകയാണ്, ഞാൻ ആരാണെന്നാണ് നിങ്ങൾ പറയുന്നത്? പത്രോസിൻ്റെ കണ്ണ് ഒരു വേള ഈ ഭീമാകാരങ്ങളായ പ്രതിമകളിൽ കണ്ണുടക്കി കാണും. ഉഗ്രരൂപമുള്ള പേശികളുള്ള ആ വിഗ്രഹങ്ങളിലേക്ക് കണ്ണോടിച്ചിട്ട് അവൻ തിരിച്ചറിയുന്നു, അല്ല, അതൊന്നുമല്ല എൻ്റെ മുമ്പിലുള്ള ഈ 33 വയസ്സുകാരൻ, ഇവനാണ് ദൈവം. പത്രോസ് ഏറ്റു പറയുന്നു, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ മിശിഹായാണ്. കർത്താവേ, ആ പത്രോസിൻ്റെ വിശ്വാസത്തിൻ്റെ തിരിച്ചറിവിൻ്റെ പങ്ക് ഞങ്ങൾക്ക് വേണം. ദിവ്യകാരുണ്യ മുഖത്തേക്ക് നോക്കി, കർത്താവേ, നീ സത്യമായും ഞങ്ങളുടെ കർത്താവും ദൈവവുമായ ഞങ്ങളുടെ ഉടയവനാണെന്ന് ഏറ്റുപറയാനുള്ള വിശ്വാസം ഞങ്ങൾക്ക് തരണേ ഈശോ. ഈ അപ്പത്തിലും ഈ വീഞ്ഞിലും നീ പൂർണ്ണമായും ഉണ്ട് എന്ന് തിരിച്ചറിയാനുള്ള വിശ്വാസം ഞങ്ങൾക്ക് തരണേ കർത്താവേ. ആ വിശ്വാസം കിട്ടിയാൽ പിന്നെ എങ്ങനെയാണ് ഞങ്ങൾ കുർബാനയ്ക്ക് നേരെ മുഖം തിരിക്കുന്നത്? എങ്ങനെയാണ് കുർബാന വേണ്ടെന്ന് വയ്ക്കുന്നത്? എൻ്റെ കർത്താവും ദൈവവുമായവൻ അവൻ്റെ ഉടല് പങ്കുവെച്ചു തരുന്ന, അവൻ ചങ്കു പറിച്ചു തരുന്ന വിശുദ്ധ കുർബാനയോട് എങ്ങനെയാണ് ആഭിമുഖ്യം കാണിക്കാതിരിക്കാൻ പറ്റുന്നത്? ഈശോ, ഓരോ പ്രഭാതത്തിലും നീ പ്രാണൻ മുറിച്ചു നൽകുകയാണ് ഞങ്ങളുടെ ദേവാലയങ്ങളിലെ ബലിപീഠങ്ങളിൽ നീ തിരിച്ചറിയുന്നു. തിബേരിയസിൻ്റെ തീരത്ത് മീൻ പിടിക്കാൻ പോയ ശിഷ്യന്മാർ പ്രഭാതത്തിൽ കരയ്ക്കെത്തിയപ്പോൾ അവൻ ചോദിക്കുന്നു, നിങ്ങളുടെ കയ്യിൽ ഇപ്പോഴെന്തുണ്ട്? ഇപ്പോൾ കിട്ടിയ മത്സ്യം കൊണ്ടുവരിക. പക്ഷെ അതിനു മുമ്പ് തന്നെ ചുട്ടുവെച്ച മത്സ്യം ശിഷ്യന്മാർ കാണുന്നു. കർത്താവേ, ഓരോ പ്രഭാതത്തിലും നീ സ്വന്തം ഉയിര് ചുട്ട് ഈ ബലിപീഠക്കല്ലിൽ ചുട്ടുവെച്ച് എനിക്ക് വേണ്ടി പങ്കുവെച്ച് തരുന്ന അനുഭവമായിട്ട് വിശുദ്ധ കുർബാനയെ തിരിച്ചറിയുവാൻ, വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാൻ കിട്ടുന്ന ഒരവസരത്തെയും പാഴാക്കി കളയാതിരിക്കുവാൻ, അനുദിനമെന്നവണ്ണം എൻ്റെ ജീവിതത്തിൻ്റെ, എൻ്റെ ആത്മീയ വളർച്ചയുടെ ഭക്ഷണമായി വിശുദ്ധ കുർബാനയെ തിരിച്ചറിയുവാനൊക്കെയുള്ള കൃപ എനിക്ക് നൽകണമേ കർത്താവേ. പ്രഭാതങ്ങളിൽ അലസത എന്നെ പിടികൂടുമ്പോൾ, ഇന്ന് കുർബാന വേണ്ടെന്ന് വയ്ക്കാമെന്ന് ചിന്ത വരുമ്പോൾ, എൻ്റെ കിടക്കയ്ക്ക് തീ പിടിച്ചാലെന്ന പോലെ ദേവാലയത്തിലേക്ക് ഇറങ്ങി ഓടുവാൻ കർത്താവേ എന്നെ നീ ഒരുക്കണമേ. ഈശോ, ഞാൻ തിരിച്ചറിയുന്നു, ഇന്നും ലോകത്ത് കോടിക്കണക്കിന് മനുഷ്യർക്ക് അഭയവും അത്താണിയുമാണ് ഈ ദിവ്യകാരുണ്യ സാന്നിധ്യം, ഈ ബലിപീഠം. കർത്താവേ, അവസരങ്ങൾ ഒരുപാട് എനിക്ക് കിട്ടുമ്പോൾ എനിക്കിതിൻ്റെ വില അറിയാൻ കഴിയാതെ പോവുകയാണ്. ഒരു കുർബാനയ്ക്കായി കൊതിക്കുന്ന എത്രയോ മനുഷ്യരുണ്ട് ഈശോ ലോകത്തിൽ. ഒരു കുർബാന അർപ്പണത്തിൽ പങ്കെടുക്കാൻ, ഈശോയെ നിന്നെ സ്വീകരിക്കാൻ കൊതിയോടെ ഒരു വൈദികന് വേണ്ടി, ഒരു ബലിപീഠത്തിന് വേണ്ടി, കുർബാന അർപ്പിക്കാൻ ഒരു ദേവാലയത്തിന് വേണ്ടി കൊതിക്കുന്ന മനുഷ്യർ ഇന്നും ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും തിരിച്ചറിയുമ്പോൾ, ഈശോ, എല്ലാം കിട്ടിപ്പോയതിൻ്റെ അപകടമാണ് എനിക്ക് സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്. വൈദികരുണ്ട്, ദേവാലയങ്ങളുണ്ട്, ബലിപീഠങ്ങളുണ്ട്. ഈശോയെ, ആത്മാർത്ഥതയോടെ ബലിയർപ്പിക്കാൻ ഞാൻ മാത്രമാണല്ലോ ഇല്ലാത്തത്. ഈശോ, വിശുദ്ധ കുർബാന അനുഭവത്തിൽ വളരുവാൻ, ഇതര ഭക്താഭ്യാസങ്ങളെക്കാൾ ഉപരിയായി ഈശോയെ നിന്റെ കുർബാനയെ പ്രതിഷ്ഠിക്കുവാൻ, ഞാൻ ഈ ചെയ്തത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിനെന്ന് നീ പറഞ്ഞു പഠിപ്പിച്ച വിശുദ്ധ കുർബാന അർപ്പണത്തെ അതിൻ്റെ മുഴുവൻ ഗൗരവത്തോടെ സമീപിക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ കർത്താവേ. നിസ്സാര കാര്യങ്ങളുടെ പേരിൽ ദേവാലയത്തിൽ പോകാതിരിക്കുന്നവരുണ്ട് ഞങ്ങളുടെ കുടുംബങ്ങളിൽ. ഒരുപക്ഷെ എന്തെങ്കിലുമൊക്കെ ഒരു ദുരനുഭവം, ഏതെങ്കിലും വൈദികനുമായി ഉണ്ടായ ഒരു കലഹം, ഒരു ഇത്തിരി പിണക്കം, മറ്റെന്തെങ്കിലുമൊക്കെ കാരണങ്ങൾ, കർത്താവേ, അതൊന്നും കുർബാന വേണ്ടെന്ന് വെക്കാൻ തക്കവിധം കാരണമാകുന്നില്ല തിരിച്ചറിഞ്ഞ്, അതിനേക്കാളൊക്കെ ഉപരിയാണ് വിശുദ്ധ കുർബാനയും തിരിച്ചറിഞ്ഞ് കുർബാനയ്ക്കായി അണയുവാൻ ഞങ്ങളെ നീ ഒരുക്കണമേ. വിശുദ്ധ കുർബാനയിൽ നിന്റെ സ്നേഹത്തിൻ്റെ ആഴം കാണുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. കാൽവരി മലയുടെ നെറുകയിൽ സ്വന്തം ഉടലുകൊണ്ട് ഞാൻ നിന്നെ സ്നേഹിക്കുന്നുവെന്ന് എഴുതിയിട്ടെൻ്റെ കർത്താവേ, വിശുദ്ധ കുർബാനയിൽ ഓരോ തിരുവോസ്തയും ആ സ്നേഹത്തിൻ്റെ കത്താണെന്ന്, ഞാൻ നിന്നെ സ്നേഹിക്കുന്നുവെന്നതിൻ്റെ ഓർമ്മപ്പെടുത്തലാണ് തിരിച്ചറിയുക. ദൈവ ഐക്യത്തിലേക്ക് എന്നെ ക്ഷണിക്കുകയാണ് തിരിച്ചറിയുക. ഈശോയെ,
ആ തിരിച്ചറിവോടുകൂടെ നിന്നെ ആരാധിക്കാൻ, നിന്നെ സ്നേഹിക്കാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. സ്നേഹം സഹനമാണെന്ന്, സ്നേഹം മരണമാണെന്ന് നീ പഠിപ്പിക്കുകയാണ് ഓരോ കുർബാനയിലും. ആ കുർബാന അർപ്പിച്ച്, കുർബാന സ്വീകരിച്ച് അവസാനിച്ചു പോകാതെ ഞങ്ങളുടെ ജീവിതങ്ങളിൽ കുർബാനയാകാൻ കിട്ടുന്ന അവസരങ്ങളെ, മുറിക്കപ്പെടുവാനും മുറിച്ചു നൽകുവാനും ലഭിക്കുന്ന അവസരങ്ങളെ ഉപയോഗിച്ച് ജീവിതം കൊണ്ട് കുർബാന പൂർത്തിയാക്കുവാൻ, സ്നേഹം സഹനമാണെന്ന്, സ്നേഹം മരണമാണെന്ന് സ്വന്തം ജീവിതം കൊണ്ട് പൂർത്തിയാക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ എന്ന് ആഗ്രഹിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹമെന്ന വാക്കിനർത്ഥം ഭൂമിയിൽ ജീവിതം കൊണ്ടങ്ങ് പൂർത്തിയാക്കുമ്പോൾ സ്നേഹം സഹനമാണെന്നു ഞാൻ അറിയുന്നു, സ്നേഹം മരണമാണെന്നു ഞാൻ കാണുന്നു. സ്നേഹമെന്ന വാക്കിനർത്ഥം ഭൂമിയിൽ ജീവിതം കൊണ്ടങ്ങ് പൂർത്തിയാക്കുമ്പോൾ സ്നേഹം സഹനമാണെന്നു ഞാൻ അറിയുന്നു, സ്നേഹം മരണമാണെന്നു ഞാൻ കാണുന്നു. സ്നേഹം ബലിയായി തീരുന്നു, ചങ്കും ചോരയുമേകുന്നു. സ്നേഹം കുരിശിൽ പൂർണ്ണമാകുന്നു, സ്നേഹം കുർബാനയായി മാറുന്നു. സ്നേഹം കുരിശിൽ പൂർണ്ണമാകുന്നു, സ്നേഹം കുർബാനയായി മാറുന്നു. സ്നേഹം കുരിശിൽ പൂർണ്ണമാകുന്നു, സ്നേഹം കുർബാനയായി മാറുന്നു. തീക്ഷ്ണതയോടെ കുർബാന അർപ്പിക്കാനുള്ള കൃപയ്ക്കായി യാചിച്ചുകൊണ്ട് വിശുദ്ധ കുർബാന ജീവിതം കൊണ്ട് പൂർത്തിയാക്കുവാൻ കൊതിച്ചുകൊണ്ട് നമുക്ക് ദിവ്യകാരുണ്യനാഥൻ്റെ ആശീർവാദം സ്വീകരിക്കാം. സ്നേഹം ബലിയായി തീരുന്നു, ചങ്കും ചോരയുമേകുന്നു. സ്നേഹം ബലിയായി തീരുന്നു, ചങ്കും ചോരയുമേകുന്നു. സ്നേഹം കുരിശിൽ പൂർണ്ണമാകുന്നു, സ്നേഹം കുർബാനയായി മാറുന്നു. സ്നേഹം കുരിശിൽ പൂർണ്ണമാകുന്നു, സ്നേഹം കുർബാനയായി മാറുന്നു. സ്നേഹം കുരിശിൽ പൂർണ്ണമാകുന്നു, സ്നേഹം കുർബാനയായി മാറുന്നു. പരിശുദ്ധ കന്യകാമറിയമേ, എൻ്റെ ഹൃദയത്തെ അങ്ങയുടേതായി സ്വീകരിക്കണമേ. പുണ്യം കൊണ്ട് അലങ്കരിച്ച വിശുദ്ധിയുടെ ഒരു പുഷ്പവലയം കൊണ്ട് അതിനെ സംരക്ഷിക്കണമേ. പ്രിയപ്പെട്ട അമ്മേ, സമർപ്പണം ചെയ്ത അങ്ങയുടെ ഹൃദയം പോലെ എൻ്റെ ഹൃദയത്തെ സ്വീകരിക്കണമേ. ഞാൻ അങ്ങേക്ക് നൽകിയ ഉപഹാരമായി അതിനെ പിതാവായ ദൈവത്തിന് നൽകണമേ. മറിയമേ, ദിനം പ്രതി അങ്ങയുടെ ഹൃദയം കൂടുതൽ അറിയപ്പെടാൻ ഞാൻ ഹേതുവാകട്ടെ. മിശിഹായുടെ ദിവ്യാത്മാവേ, എന്നെ ശുദ്ധീകരിക്കണമേ. മിശിഹായുടെ തിരുശരീരമേ, എന്നെ രക്ഷിക്കണമേ. മിശിഹായുടെ തിരുരക്തമേ, എന്നെ ലഹരി പിടിപ്പിക്കണമേ. മിശിഹായുടെ തിരുവിലാവിലെ വെള്ളമേ, എന്നെ കഴുകണമേ.
മിശിഹായുടെ കഷ്ടാനുഭവമേ, എന്നെ ധൈര്യപ്പെടുത്തണമേ. നല്ല ഈശോ, എന്റെ അപേക്ഷ കേൾക്കണമേ. അങ്ങേ തിരുമുറിവുകളുടെ ഇടയിൽ എന്നെ മറച്ചുകൊള്ളണമേ. അങ്ങയിൽ നിന്ന് പിരിഞ്ഞു പോകുവാൻ എന്നെ അനുവദിക്കരുതേ. ദുഷ്ടശത്രുക്കളിൽ നിന്ന് എന്നെ കാത്തുകൊള്ളണമേ. എൻ്റെ മരണനേരത്ത് എന്നെ അങ്ങേ പക്കലേക്ക് വിളിക്കണമേ. അങ്ങേ പരിശുദ്ധന്മാരുടെ കൂടെ നിത്യമായി അങ്ങേ സ്തുതിക്കുന്നതിന് അങ്ങേ അടുക്കൽ വരുവാൻ എന്നോട് കൽപ്പിക്കണമേ. ഹൃദയശാന്തതയും എളിമയുമുള്ള ഈശോ, എന്റെ ഹൃദയം അങ്ങേ ദിവ്യഹൃദയത്തിന് ഒത്തതാക്കി അരുളണമേ. ഈശോയുടെ മാധുര്യമുള്ള തിരുഹൃദയമേ, അങ്ങന്റെ സ്നേഹമായിരിക്കണമേ. 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 മറിയത്തിന്റെ വിമല ഹൃദയമേ, എന്റെ രക്ഷയായിരിക്കണമേ. ഹൃദയശാന്തതയും എളിമയുമുള്ള ഈശോ, എന്റെ ഹൃദയം അങ്ങേ ദിവ്യഹൃദയത്തിന് ഒത്തതാക്കി അരുളണമേ. ഈശോയുടെ മാധുര്യമുള്ള തിരുഹൃദയമേ, അങ്ങന്റെ സ്നേഹമായിരിക്കണമേ. 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 മറിയത്തിന്റെ വിമല ഹൃദയമേ, എന്റെ രക്ഷയായിരിക്കണമേ. ഹൃദയശാന്തതയും എളിമയുമുള്ള ഈശോ, എന്റെ ഹൃദയം അങ്ങേ ദിവ്യഹൃദയത്തിന് ഒത്തതാക്കി അരുളണമേ. ഈശോയുടെ മാധുര്യമുള്ള തിരുഹൃദയമേ, അങ്ങന്റെ സ്നേഹമായിരിക്കണമേ. 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 മറിയത്തിന്റെ വിമല ഹൃദയമേ, എന്റെ രക്ഷയായിരിക്കണമേ. ഹൃദയശാന്തതയും എളിമയുമുള്ള ഈശോ, എന്റെ ഹൃദയം അങ്ങേ ദിവ്യഹൃദയത്തിന് ഒത്തതാക്കി അരുളണമേ. ഈശോയുടെ മാധുര്യമുള്ള തിരുഹൃദയമേ, അങ്ങന്റെ സ്നേഹമായിരിക്കണമേ. 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 ഈശോയുടെ മാധുര്യമുള്ള തിരുഹൃദയമേ,
അങ്ങെന്റെ സ്നേഹമായിരിക്കണമേ. ഈശോയുടെ മാധുര്യമുള്ള തിരുഹൃദയമേ, അങ്ങെന്റെ സ്നേഹമായിരിക്കണമേ. ഈശോയുടെ മാധുര്യമുള്ള തിരുഹൃദയമേ, അങ്ങെന്റെ സ്നേഹമായിരിക്കണമേ. മറിയത്തിന്റെ വിമല ഹൃദയമേ, എന്റെ രക്ഷയായിരിക്കണമേ. ഹൃദയശാന്തതയും എളിമയുമുള്ള ഈശോ, എന്റെ ഹൃദയം അങ്ങേ ദിവ്യഹൃദയത്തിന് ഒത്തതാക്കി അരുളണമേ. ഈശോയുടെ മാധുര്യമുള്ള തിരുഹൃദയമേ, അങ്ങെന്റെ സ്നേഹമായിരിക്കണമേ. 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 മറിയത്തിന്റെ വിമല ഹൃദയമേ, എന്റെ രക്ഷയായിരിക്കണമേ. ഹൃദയശാന്തതയും എളിമയുമുള്ള ഈശോ, എന്റെ ഹൃദയം അങ്ങേ ദിവ്യഹൃദയത്തിന് ഒത്തതാക്കി അരുളണമേ. ഈശോയുടെ മാധുര്യമുള്ള തിരുഹൃദയമേ, ഞങ്ങളുടെ മേൽ അരുളുണ്ടായിരിക്കണമേ. അമലോത്ഭവ മറിയത്തിന്റെ കറയില്ലാത്ത ഹൃദയമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. തിരുഹൃദയത്തിന്റെ നാഥേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഈശോയുടെ തിരുഹൃദയം എല്ലായിടത്തും എല്ലാവരാലും സ്നേഹിക്കപ്പെടട്ടെ. മരണവേദന അനുഭവിച്ച ഈശോയുടെ തിരുഹൃദയമേ, മരിക്കുന്നവരുടെ മേൽ കൃപയായിരിക്കണമേ. മരണവേദന അനുഭവിച്ച ഈശോയുടെ തിരുഹൃദയമേ, മരിക്കുന്നവരുടെ മേൽ കൃപയായിരിക്കണമേ. മരണവേദന അനുഭവിച്ച ഈശോയുടെ തിരുഹൃദയമേ, മരിക്കുന്നവരുടെ മേൽ കൃപയായിരിക്കണമേ. ഓ കന്യകേ മാതാവേ പരിശുദ്ധേ മാധുര്യമുള്ളവളേ, ഓ കന്യകേ